പല ആളുകളും തറാവിഹ് നിസ്കരിക്കുന്ന വിഷയത്തിൽ ജാഗ്രത പുലർത്താത്തവരുണ്ട്. തറാവിഹ് നിസ്കാരം വളരെ ഗൗനിക്കേണ്ട വിഷയമാണ്. തറാവിഹ് നിസ്കരിക്കുന്നവർ മറ്റൊരു കാര്യം കുറെ കറാഹത്തുകൾ ചെയ്യുന്നുണ്ട്. നമ്മളൊരു നിസ്കാരം സുന്നത്താ നിർവഹിക്കുന്നത്, അതിൽ തന്നെ ഒരുപാട് കറാഹത്തുകൾ കടന്നു വരുന്നുണ്ട്. അത് പാടില്ല. അതെന്താ ശ്രദ്ധിക്കേണ്ടത്? സ്ത്രീകളെ ശ്രദ്ധിച്ചോ നല്ലതുപോലെ. ഒന്നാമതായി നമ്മൾ നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെക്കാതെ നിസ്കരിച്ച നിസ്കാരം ബാത്തിലാണ്. നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് ഓരോ 2 റക്അത്തുകളിലും നിയ്യത്ത് വേണം. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇത് മിക്ക ആളുകളും ശ്രദ്ധിക്കുന്നില്ല. എഴുന്നേക്കുന്നു, കൈകൊട്ടുന്നു, നിയ്യത്തൊന്നും ഇല്ല. അതുകൊണ്ട് കാര്യമില്ല. 20 റക്അത്ത് ഒറ്റയടിക്ക് നിയ്യത്ത് വെക്കുക, അത് പറ്റൂല. കാരണം 2 റക്അത്ത് കഴിയുമ്പോൾ സലാം വിട്ടുന്നതോടെ നിസ്കാരത്തിൽ നിന്ന് ഒഴിവായ പിന്നെ അടുത്തതിന് വേറെ നിയ്യത്ത് വേണം. അപ്പൊ തറാവീഹിൽ നിന്നുള്ള 2 റക്അത്ത്, തറാവീഹിൽ നിന്നുള്ള എന്ന് പറയാം, തറാവീഹിന്റെ 2 റക്അത്ത് അങ്ങനെയും പറയാം. എങ്ങനെ ചെല്ലിയാലും പറ്റും. 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആല കൊണ്ട് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കൈകെട്ടാം. നമ്മൾ മലയാളം തന്നെ പറഞ്ഞു പോകുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. വേഗം പറയാൻ ചുരുക്കാൻ. കൈ കെട്ടിയാൽ ഉടനെ വജ്ഹത്ത് ഓതൽ സുന്നത്താണ്. മിക്ക ആളുകളും വജ്ഹത്ത് ഓതാറില്ല. വളരെ ശ്രദ്ധിക്കണം. വജ്ഹത്ത് ഓതാതിരുന്നാൽ കറാഹത്താണ്. ഒരു കറാഹത്ത് ചെയ്യുന്നവനായി മാറി. കാര്യമായിട്ട് സുന്നത്തെടുത്തതാണ്. സുന്നത്തെടുത്തപ്പോൾ കറാഹത്ത് കൊട്ടപ്പടി കൊണ്ടുവരികയാണ്. അതുകൊണ്ട് നിർബന്ധമായി ശ്രദ്ധിക്കണം. സഹോദരിമാരടക്കം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരായിരുന്നാലും ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്നവരായിരുന്നാലും എന്ത് സുന്നത്തുണ്ട്? നമുക്ക് വജ്ഹത്ത് ഓതൽ സുന്നത്തുണ്ട്. ഇമാമൻ ശ്രദ്ധിക്കണം. ഇമാമൻ നിൽക്കുന്നവർ വേഗം തീർത്തിട്ട് പോകാന്ന് പറഞ്ഞിട്ട് വേഗം ഓതി പോകരുത്. നമ്മളും വജ്ഹത്ത് ഓതണം. വജ്ഹത്ത് പൂർത്തിയാക്കി ഓതിയുന്നില്ല, തറാവീഹാണ്, എല്ലാവർക്കും ക്ഷീണാണ്, പിറ്റേ ദിവസമൊക്കെ ഓടണം എങ്കിൽ എന്ത് ചെയ്തു? അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക. ഈ വാക്കെങ്കിലും പറയണം എന്ന് പറഞ്ഞ എല്ലാവരും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക. 3 വാക്കേ ഉള്ളൂ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക. കഴിഞ്ഞു. എന്താണ് അതിനർത്ഥം? അല്ലാഹു നിന്നെ സ്തുതിക്കുന്നതിനോടൊപ്പം നിന്നെ വാഴ്ത്തുന്നു, നിന്നെ പുകഴ്ത്തുന്നു എന്നാണ്. വേറൊരർത്ഥം ഇല്ല. ഈ ഒറ്റ വാക്ക് പറയുന്നതോടുകൂടി ആ കറാഹത്ത് അങ്ങ് നീങ്ങി. മാഷാ അല്ലാഹ്. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടത്, ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അഊദ് ഓതൽ സുന്നത്താണ്. അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അഊദ് പതുക്കെ ഓതണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇമാം എന്നിട്ട് പിന്നെ ബാക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതിയാൽ മതി. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ വജ്ഹത്ത് നിയ്യത്ത് ശ്രദ്ധിക്കണം. നിയ്യത്ത് ശ്രദ്ധത്തിൽ നിസ്കാരം പോയി. കൈ കെട്ടിയതിന് ശേഷം എന്ത് ഓതണം? ആദ്യം തന്നെ വജ്ഹത്ത് ഓതണം. അത് പൂർത്തിയാക്കാൻ സാധിക്കാത്തവർ എത്രയെങ്കിലും ഓതണം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക. അത്രയെങ്കിലും ചെല്ലണം. ഒന്നുകൂടി എന്ന് പറഞ്ഞ എല്ലാവരും സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക. അതിനുശേഷം അഊദ് ഓതണം. ശേഷം ഫാത്തിഹ ഓതണം. ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്ന മഅ്മൂമീങ്ങൾ ശാഫി മദ്ഹബ് പ്രകാരം നിർബന്ധമായും ഫാത്തിഹ സൂറത്ത് ഓതണം. ലാ സലാത്ത ലിമൻ ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബ് എന്നാണ്. ഫാത്തിഹ ഓതിയിലെ നിസ്കാരം ശരിയാവൂല. പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ 2 റക്അത്തുകളിലും ഫാത്തിഹ ഓതണം. ഇമാമിനോടൊപ്പം ഇമാമിനല്ല ഓതണ്ട, റാഹത്തായിട്ട് കേൾക്കാന്ന് പറഞ്ഞിരുന്നാൽ പോരാ. നീയും ഫാത്തിഹ ഓതണം. ഇമാമ് ഫാത്തിഹ ഓതി തീർന്ന ഉടനെ നീ നിന്റെ ഫാത്തിഹ തുടങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫാത്തിഹ